തനിക്കെതിരായ സ്വത്ത് വിവാദം തോൽക്കുമെന്ന കോൺഗ്രസിന്റെ ഭയം മൂലമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്നു. തന്റെ വീട്, തന്റെ മുണ്ട്, തന്റെ കാറ്, തന്റെ ഭാഷയൊക്കെയാണ് അവർക്ക് പ്രശ്നം. വീട്ടിൽ പോയി ചോദിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പരാമർശത്തിനെതിരെയും രാജീവ് ചന്ദ്രശേഖർ രംഗത്ത് വന്നു. തിരുവനന്തപുരത്ത് ജിബിൻ JB തയ്യാറാക്കിയ റിപ്പോർട്ട്. നിയമമണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയും BJP സംസ്ഥാന അധ്യക്ഷനുമായ രാജീവ് ചന്ദ്രശേഖറാണ് ഇപ്പോൾ 24-നൊപ്പം ചേരുന്നത്. സർ, കഴിഞ്ഞ ദിവസം കോന്നിയിൽ നടന്ന തിരഞ്ഞെടുപ്പ് കൺവെൻഷനിടെ മുഖ്യമന്ത്രിയോട് സദസ്സിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ പോയി ചോദിക്കാനായിരുന്നു മറുപടി. ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം അങ്ങനെയാണോ പ്രതീക്ഷിക്കുന്നത്? ജനങ്ങൾക്ക് ചോദിക്കാൻ അവരുടെ ഒരു അവകാശമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു MLA ആണോ മുഖ്യമന്ത്രിയാണോ വാഗ്ദാനം കൊടുത്ത് എലക്റ്റായ ഒരു മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഒരു MLAയോട് ജനങ്ങൾക്ക് ചോദിക്കാൻ ഒരു അവകാശമുണ്ട്. നിങ്ങൾ എന്ത് ചെയ്തു? ഞങ്ങളൊരു അവസരം തന്നില്ലേ? 2 അവസരങ്ങൾ തന്നില്ലേ? 3 അവസരങ്ങൾ തന്നില്ലേ? നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു? ഞങ്ങളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ പരിഹരിച്ചോ? അത് ചോദിക്കാനാണ് ഡെമോക്രസി. അത് ചോദിക്കാൻ സമ്മതിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ഡെമോക്രസീൻ്റെ ഭാഗമാവാൻ പാടില്ല. തിരഞ്ഞെടുപ്പ് ഇപ്പോൾ കോൺഗ്രസ് പുതിയൊരു ആരോപണം അങ്ങൾക്കെതിരെ പരാതിയായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ബംഗളൂരുവിലെ കുറമംഗലയിൽ 2000 കോടി രൂപ വില വരുന്ന ഒരു ബംഗ്ലാവ് അത് സത്യവാങ്മൂലത്തിൽ നൽകിയിട്ടില്ല എന്നാണ് പുതിയൊരു ആരോപണം. നോക്കൂ, ഇത് കോൺഗ്രസ് മനസ്സിലായിട്ടുണ്ട്. ഇനിയിപ്പോൾ 10-15 ദിവസം ബാക്കിയുള്ളൂ. അവർ തോൽക്കുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുമുണ്ട്. ആ ഭയം തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് വേറെ ഒന്നും പറയാണ്ട് 3 ദിവസം മുമ്പേ CPM-ഉം BJP-യും തമ്മിലൊരു അന്തർധാരണയുണ്ടെന്ന് ആ പ്രചരണം തുടങ്ങി. ഇനിയിപ്പോൾ എന്നെക്കുറിച്ച് കോൺഗ്രസ് ഇത് പറഞ്ഞത് ആദ്യമായിട്ടൊന്നുമല്ല. 2024 ലോക്സഭ ഇലക്ഷനിലും പ്രചരണം നടത്തി. എൻ്റെ വീട്, എൻ്റെ ഇൻകം ടാക്സ്, എൻ്റെ വണ്ടി, എൻ്റെ മലയാളം, എൻ്റെ മുണ്ട്, ഇതെല്ലാമല്ലോ പ്രധാനപ്പെട്ട ഇഷ്യൂസ്. അങ്ങനെ എന്തെങ്കിലും അവരുടെ അടുത്ത് തെളിവുണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ കോർട്ടിൽ പോകണം, ഇലക്ഷൻ കമ്മീഷനോട് പോകണം, അവിടെ തീരുമാനിക്കട്ടെ. ഇതെല്ലാം കോൺഗ്രസിൻ്റെ ഒരു തന്ത്രമാണ്. എങ്ങനെയെങ്കിലും ഈ മുങ്ങുന്ന ഒരു കപ്പൽ, കോൺഗ്രസ് എന്നൊരു മുങ്ങുന്ന കപ്പലിന് എങ്ങനെയെങ്കിലും ജനങ്ങളെ ശ്രദ്ധ തിരിച്ച് രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ NDA അല്ലെങ്കിൽ നരേന്ദ്രമോദിജി അല്ലെങ്കിൽ BJP-നെ ഇഷ്യൂ ആക്കണം. അതിൻ്റെ കാരണം എന്താണ്? എങ്ങനെയെങ്കിലും കുറച്ച് മുസ്ലിം വോട്ട് പിടിക്കണം. വേണ്ടാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് വിവാദം സൃഷ്ടിക്കാൻ എന്തിനാണ് നിങ്ങൾ നടക്കുന്നത്? അത് നടക്കില്ല. അത് ഞാൻ ഉറപ്പായിട്ട് പറയുന്നു. ഈ ഇലക്ഷനിൽ ആ തന്ത്രം നടക്കില്ല. വിവാദങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു രാജീവ് ചന്ദ്രശേഖർ. സജീവിനൊപ്പം ജിബിൻ JB 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.